തന്നെ വെട്ടിനിരുത്തിയവരെ സമ്മർദ്ദത്തിലാക്കാൻ കെ സുധാകരൻ. ഹൈക്കമാൻഡ് യോഗം ബഹിഷ്കരിച്ചതിന് പിറകിൽ സുധാകരപക്ഷം. വ്യക്തമായ സൂചന നൽകി കെ മുരളീധരനും ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. ദീപാദാസ് മുൻഷിക്കെതിരെ സുധാകരപക്ഷം ശക്തമായി നീങ്ങും. കനകോലൂർ റിപ്പോർട്ട് കാണിച്ച് കെ.സി. വേണുഗോപാൽ നടത്തുന്ന നീക്കത്തെയും ചോദ്യം ചെയ്യും. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം നഷ്ടമായ കെ സുധാകരൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ സമ്മർദ്ദതന്ത്രങ്ങൾ പയറ്റുവാൻ സാധ്യത ഏറെ. കെ.പി.സി.സി നേതൃമാറ്റത്തിന് ശേഷം ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച യോഗത്തിൽ നിന്ന് കെ സുധാകരൻ വിട്ടുനിന്നതിന് പിന്നിൽ സമ്മർദ്ദതന്ത്രമാണെന്നാണ് വിലയിരുത്തൽ. സുധാകരനൊപ്പമുള്ള ചിലരുടെ നീക്കങ്ങളാണ് യാത്ര ഒഴിവാക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം. അതേസമയം ഡൽഹിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സുധാകരൻ പറഞ്ഞിരുന്നെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. എന്നാൽ സുധാകരൻ മാത്രമല്ല, കെ മുരളീധരനും ഡൽഹി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഹൈക്കമാൻഡ് യോഗത്തിൽ നിന്ന് കെ സുധാകരൻ വിട്ടുനിന്നാൽ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുമെന്നും പുനഃസംഘടനയിൽ അതൃപ്തി എന്ന നിലയിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും കൃത്യമായി ധാരണയുള്ളവരാണ് സുധാകരന് ഒപ്പമുള്ളവർ. ഈ സാധ്യതയാണ് തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തി നിൽക്കെ സുധാകര പക്ഷക്കാർ കൃത്യമായി നടപ്പിലാക്കുന്നത്. ഹൈക്കമാൻഡ് യോഗത്തിലെ അസാന്നിധ്യം സ്വാഭാവികമായും ഇനിയുള്ള ചർച്ചകളിൽ സുധാകരന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതിനും ഇടയാക്കും. കെ.പി.സി.സിയിലെ ശേഷിക്കുന്ന ചുമതലകളിലേക്കുള്ള പുനഃസംഘടനയിലും ഡി.സി.സി ഭാരവാഹി മാറ്റത്തിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുമെല്ലാം പിടിവള്ളിയാക്കാമെന്നാണ് സുധാകരപക്ഷത്തിന്റെ വിലയിരുത്തൽ. അതേസമയം സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയ ദീപാദാസ് മുൻഷിയുമായി യാതൊരു വിധത്തിലും സഹകരിക്കേണ്ടതില്ലെന്ന വാശിയും സുധാകര വിഭാഗത്തിനുണ്ട്. കെ.സി. വേണുഗോപാലും സംഘവും ഏകപക്ഷീയമായി പുനഃസംഘടനയുമായി മുന്നോട്ടു പോകുന്നു എന്ന വിമർശനം ഇതിനകം ഉയർന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി വേണുഗോപാലും സംഘവും മുതിർന്ന നേതാക്കളെ ഒതുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന പരാതിയും പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നുണ്ട്. ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും യു.ഡി.എഫിന് മുൻതൂക്കമുണ്ടെന്നും കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഇത് ഉപയോഗിക്കാമെന്നുമാണ് കനകോലൂർ റിപ്പോർട്ടിന്റെ കാതൽ. ഇതനുസരിച്ച് ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നത് ക്ഷീണമാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് അധ്യക്ഷ പദവിയിലടക്കം മാറ്റം വരുത്താൻ പാർട്ടി തയ്യാറായത്. അതേസമയം സംസ്ഥാനത്ത് കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് സർവേ റിപ്പോർട്ടുകളെന്നും ഐക്യത്തോടെ നിന്നാൽ കേരളത്തിൽ ഭരണത്തിൽ തിരിച്ചെത്താമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹൈക്കമാൻഡ് യോഗത്തിൽ നേതാക്കളോട് പറഞ്ഞു. വേഗത്തിൽ പുനഃസംഘടന നടത്തി തെരഞ്ഞെടുപ്പിനായി സംഘടനയെ സജ്ജമാക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും നിർദ്ദേശിച്ചു. പുതിയ ഭാരവാഹികളെ സംസ്ഥാന കോൺഗ്രസ് ഒറ്റക്കെട്ടായി അംഗീകരിച്ചെന്ന് രാഹുലും ഖാർഗെയും പറഞ്ഞു. പുനഃസംഘടന നടത്തുമ്പോൾ ഒഴിവാക്കപ്പെടുന്നവർക്ക് പാർട്ടി ഏതെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെന്നും അല്ലെങ്കിൽ അസംതൃപ്തരായ നേതാക്കളുടെ എണ്ണം കൂടുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാട്ടി. പുനഃസംഘടന അസംതൃപ്തരെ ഉണ്ടാക്കുന്ന പ്രക്രിയയാവരുതെന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു. പുനഃസംഘടന നടത്തുന്നെങ്കിൽ വേഗത്തിൽ വേണമെന്ന് എം ഹസനും ചൂണ്ടിക്കാട്ടി. സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോവാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചെന്നും അതുപ്രകാരം പ്രവർത്തനം ഏകോപിപ്പിക്കാനും ശ്രമിക്കുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. പുതുതായി ചുമതലയേറ്റ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് എന്നിവരുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ്, മുതിർന്ന നേതാവ് എം ഹസൻ, കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറിമാരായ പി.വി. മോഹൻ, അറിവഴകൻ എന്നിവരും ഡൽഹിയിലെ ഹൈക്കമാൻഡ് യോഗത്തിൽ പങ്കെടുത്തു.